ദൈവത്തിന്റെ കൃപകളിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കൾക്കും അല്പസമയം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. സർവശക്തന്റെ സാന്നിധ്യം ഇന്ന് പകൽ അനുഭവിച്ചറിയുവാൻ ദൈവം നമ്മളെ സഹായിപ്പാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. അളവറ്റതായ കൃപകൾ നമ്മുടെ തന്നു നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും ആത്മാർത്ഥതയോടെ സ്തോത്രം ചെയ്യാം. ദൈവമക്കൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അവരെല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് അതാത് സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ടും നാം ആരെയും ശ്രദ്ധിക്കാതെ നമുക്ക് ഒരുമിച്ച് ആത്മാർത്ഥതയോടെ ദൈവസന്നിധി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പകരം ശക്തീകരിക്കണമേ, എന്നെ കർത്താവ് ബലപ്പെടുത്തണമേ, എന്റെ ഹൃദയത്തിന്റെ നിലവാരങ്ങൾ കണ്ട് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. പാടുന്നത്, പ്രാർത്ഥിക്കുന്നത്, വചനം കേൾക്കുന്നതെല്ലാം അനുഗ്രഹമായി തീരുവാൻ എല്ലാ ദൈവങ്ങൾക്കും ഒരുമിച്ച് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എല്ലാ ദൈവങ്ങൾക്കും ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, പകലനെ അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ, അങ്ങേ ആരാധിപ്പാൻ പരിശുദ്ധാത്മാവിനെ പ്രാപ്തരാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ എല്ലാ മഹത്വവും, എല്ലാ ബഹുമാനവും, എല്ലാ പുകഴ്ചയും നമ്മുടെ കർത്താവ് അർപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ല വിശുദ്ധ പകലിനായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്ന നല്ല സമയത്തിനായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങ് ആരാധിപ്പാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ 8 ആഴ്ചകളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ ചെയ്തു. ഈ പ്രതിസന്ധിയുടെ സമയത്തും ഇന്ന് പകലും ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകിയതിനായി സ്തോത്രം. ഈ മാസത്തിന്റെ അവസാന ആഴ്ചയിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഞങ്ങൾക്ക് വീണ്ടും അവസരം നൽകിയല്ലോ. ജനലക്ഷങ്ങൾ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ, തകർച്ചയിലും വേദനകളിലും അനേകരായിരിക്കുമ്പോൾ സ്വർഗ്ഗീയ പിതാവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് ആരാധിപ്പാൻ ഞങ്ങളുടെ രക്ഷകന്റെ വീണ്ടെടുപ്പുകാരനായ ദൈവത്തെ മഹത്വത്തോടെ സ്തോത്രം ചെയ്യുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകിയതിനായി അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുന്നപ്പ. ഞങ്ങളുടെ കുറുകൾ ഓർക്കാതെ ഇത് പറഞ്ഞവരെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടി കർത്താവിനെ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും ഏകാഗ്രതയുടെ ഹൃദയത്തോടും ദൈവസാന്നിധ്യ ബോധ്യത്തോടും ദൈവഭയത്തോടും കൂടെ ഞങ്ങളുടെ കർത്താവിനെ പാടി കർത്താരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. കഴിഞ്ഞ ആഴ്ചകളിൽ വന്ന പ്രിയപ്പെട്ടവർക്ക് വരുവാൻ കഴിയാത്ത സാഹചര്യമായിരിക്കുന്നു. ഭവനത്തിനകത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, പ്രായാധികരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കൊച്ചു കുഞ്ഞുങ്ങൾ, എല്ലാവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കർത്താവ് ബലപ്പെടുത്തണമേ. കർത്താവ് ഞങ്ങളെ ശക്തീകരിക്കണമേ. ഈ മഹാമാരിയിൽ നിന്ന് ശബ്ദം പിടിക്കണമേ. ജനങ്ങൾ ദൈവത്തിലേക്ക് ആകർഷിക്കപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ ഇടയാകുമാറാകണമേ. ഇന്ന് പകൽ ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു. ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഏതെങ്കിലും തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഭവനത്തിനകത്തായിരിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ ബലപ്പെടുത്തണമേ. നമ്മുടെ കരപ്പെട്ടവരെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പകൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ദേശത്തിന്റെ അധിപതികൾ, മറ്റുള്ള ദുഷ്ടശക്തികൾ, അന്ധകാര ശക്തികളെ എല്ലാം ഇന്നും പകൽ ഞങ്ങൾ സ്വർഗ്ഗത്തിലും ഭൂമിക്കും അധികാരമുള്ള നസറേയനായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ദൈവമഹത്വം വെളിപ്പെടുവാൻ തടസ്സം നൽകുന്ന എല്ലാ ശക്തികളും വിടുതൽ പ്രാപിച്ച് ജനങ്ങളിൽ നിന്നും പകൽ വിടുവിക്കപ്പെടുവാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്വന്തം അനുഭവ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളോട് കർത്താവ് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അഭിഷക്തന്മാരെ, നമ്മുടെ ദാസീദാസന്മാരെ, കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് ബലപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സർവ്വ നന്മകൾക്കും സർവ്വദാനങ്ങൾക്കും ഉറവിടമാകുന്ന നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാനാണ് നാം കടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞാൽ ഒരുമിച്ച് ആ നന്ദിയുടെ ഹൃദയത്തോടെ എല്ലാത്തിനും ഉറവിടമാകുന്ന, എല്ലാത്തിനും നിദാനമാകുന്ന നമ്മുടെ കർത്താവിനെ
നന്ദിയുടെ ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് ആരാധിക്കാം. നാം ആഴത്തിൽ കടന്നപ്പോൾ നമ്മെ കരം പിടിച്ചു നടത്തിയ ദൈവത്തിന്റെ സ്നേഹം വലിയതാണ്. ഓരോ ദിവസവും നമ്മെ അത്ഭുതകരമായി കർത്താവ് നടത്തുന്നു. ഈ കോവിഡിന്റെ സമയത്തും നമ്മെ പരിപാലിച്ച് നമ്മെ സൂക്ഷിച്ച് നമ്മെ കരുതിയ കർത്താവിന്റെ സ്നേഹം, ആ കർത്താവിന്റെ കൃപ അനുഭവിച്ചറിയുവാൻ ഇന്ന് പകൽ നമുക്ക് ദൈവ അവസരം നൽകിയിരുന്നു. സന്തോഷപ്രദത്തോടെ സമർപ്പണത്തോടെ ദൈവ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥതയോടെ നമുക്ക് ഇന്ന് പകൽ ശക്തമായ ഒരു നിമിഷം പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. പിന്നീട് നാം ഒരുമിച്ച് കരങ്ങളടിച്ച് കരങ്ങൾ തുറന്ന് നാം ഒരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തും. നാം ഒരുമിച്ച് ആ ഗാനത്തിന്റെ പലവികൾ പാടി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ദൈവം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. So
ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. തുടർന്ന് ആരാധനയിൽ വലിയ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് കൃപ ചെയ്യണമേ. ഹൃദയമായി ദൈവത്തെ ആരാധിപ്പാനുള്ള ബലം ഞങ്ങളെ പകരണമേ കർത്താവേ. യേശുവിൻ നാമത്തിൽ തന്നെ. ശക്തനായ ഒരു മാത്രമേ ഉള്ളൂ. അത് സംശയത്തിനായ
ഇന്ന് പകൽ ആരാധനത്തിന് വേണ്ടി തുടർന്നുള്ള ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമായി ഗംഭീരമായി ചന്തമായി ഉചിതമായി നടക്കുവാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർ ദൈവമക്കൾ ഇപ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർ ഭവനത്തിലായിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ വരുവാൻ കഴിയാത്തവരുണ്ട്. 1-8 ആഴ്ചകളാണ് നമുക്ക് കടന്നു വരുവാൻ കഴിയുന്നത്. ആഗ്രഹമുണ്ടായിട്ട് വരുവാൻ കഴിയാതിരിക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രയാദിക്കുന്ന പ്രിയപ്പെട്ടവർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കായും പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഈ കോവിഡിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് ദൈവം വിടുവിക്കുവാൻ, ഉത്തരിപ്പാൻ, സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കാനുള്ള അവസരം ദൈവം നൽകുവാൻ, എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി നടക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവകരം ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ ഭാഗത്തുള്ള ഒരാൾ ആദ്യമായി പ്രാർത്ഥിക്കും. അതിനുശേഷം ദൈവമക്കൾ പ്രായമുള്ള ഓരോരുത്തർക്കായി ദൈവസരി ചുരുക്കമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിയോഗം നൽകുന്ന ദൈവമക്കൾക്ക് ദൈവദാസന്മാർക്ക് കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കാം. പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, 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 hallelujah. Hallelujah, hallelujah, hallelujah.
നാശ
സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ സഭായോഗത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൂടുതലുടെ ക്രമപ്രകാരം എനിക്കാണ് ഇന്ന് സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിക്കുവാൻ ദൈവദാസന് അവസരം നൽകിയത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പകൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസനും ദാസിക്കും കുഞ്ഞുങ്ങൾ സമേതവാസവും ജോബാസവും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് പകൽ നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ട് എന്നുള്ളത് നമ്മുടെ കൂടിയവരുടെ കാതലായ കാര്യം അതാണ്. നമ്മുടെ കൂട്ടായ്മയിൽ കൂടെ നമുക്ക് കിട്ടുന്ന ആത്മീയ സന്തോഷം പോലെ ലോകത്തിൽ എവിടെ ചെന്നാലും ഒരു സന്തോഷവും നമുക്ക് ലഭിക്കുകയില്ല. ഞാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തോട് വളരെ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത 2-3 കാര്യങ്ങൾ നിറവേറി കണ്ടതിൽ എനിക്ക് വലിയ സന്തോഷം. നമ്മൾ ആഗ്രഹിച്ച ആണ്ടുകൾ കഴിഞ്ഞാണെങ്കിലും അത് നിറവേറുമെന്നുള്ളതിന് തെളിവാണ്. നിങ്ങളോട് ഇന്നല്ലെങ്കിൽ നാളെ അതുപോലെ നിറവേറും വിശ്വസിക്കുന്ന ദൈവത്തിനോട് സ്തുതിച്ചാൽ ഈ കണ്ണുകൊണ്ടത് കാണും, ഈ കയ്യിൽ അത് കിട്ടും. അതാണ് നമ്മുടെ വിശ്വാസം. യേശു കർത്താവ് പറഞ്ഞ സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയ വിശ്വാസവുമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. നമ്മളോട് വായിച്ച് ദൈവത്തെ സ്തുതിച്ച സങ്കീർത്തനം 16-ാം സങ്കീർത്തനം. ചില സ്ഥലത്തിലെ ഉപദേശം കൂടി വരുമ്പോൾ സങ്കീർത്തനമുണ്ട് എന്നുള്ളത്. സങ്കീർത്തനം യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ് സങ്കീർത്തനം. യേശുക്രിസ്തു സങ്കീർത്തനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 44-ാം വാക്യത്തിൽ യേശുക്രിസ്തു അന്ന് പഴയ നിയമം ഉള്ളല്ലോ, പഴയ നിയമത്തെ 3ആയി തിരിച്ചിട്ടുണ്ട്. മോശയുടെ ന്യായപ്രമാണം, പ്രവചന പുസ്തകം, സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് പറഞ്ഞിരിക്കും. സങ്കീർത്തനം എന്നുള്ളതിന് എബ്രായ വാക്ക് തെഹില്ലീം എന്നുള്ളൊരു വാക്കാണ്. സ്തുതികളുടെ പുസ്തകം, ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടുകൾ എന്നാണ്. ഗ്രീക്ക് ഭാഷയിൽ സാൽമോയി എന്നാണ് പറയുന്നത്. സങ്കീർത്തനം, നല്ല കീർത്തനം. പാടാൻ എല്ലാവർക്കും കൃപയില്ല. ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ ട്യൂണൊന്നും വിഷയമാണ്. ആണോ? ട്യൂണൊന്നും ദൈവം തോന്നും. മണക്കാലയിൽ അന്ന് ഞാൻ പഠിക്കുമ്പോൾ 400 സ്റ്റുഡൻസ് ആണ് അവിടെ പഠിച്ചുകൊണ്ട്. അതിൽ എന്നെ കൂടെ അവരെ എങ്ങനെയോ ഗായിക സംഘത്തിലെടുത്തു. എനിക്ക് സോള വോക്കലായിട്ട് പാടാനുള്ള ട്യൂണിൽ ഒരു ലീഡർ വന്ന് പറഞ്ഞു, ജേക്കബെ നിന്നെ കൊള്ളത്തില്ല പാട്ട് പാടാൻ, നീ ആറിയിക്കണം. കുറച്ചൊക്കെ പാടിയിരിക്കണം, കൂട്ട് ഒന്നിച്ച് പാടി. എനിക്ക് വലിയ സങ്കടമായിപ്പോ എന്നെ ട്യൂണില്ലെന്ന് പറഞ്ഞ് മാറ്റി.
ഞാൻ പോയി പ്രാർത്ഥിച്ച ദൈവാത്മാവനോട് പറഞ്ഞു, കുഞ്ഞെ അവിടെ ഉണ്ടി മാറ്റി കളഞ്ഞാലും നീ എഴുതുന്ന പാട്ടുകൾ അവരെ കൊണ്ട് ഞാൻ പാടിക്കുമെന്ന്. ദൈവദാസൻ കഴിഞ്ഞ ആഴ്ചയിൽ പ്രസംഗിച്ചു, മോശെ അവർ ഉന്തിക്കളഞ്ഞു, അവർ തള്ളിക്കളഞ്ഞ മാറ്റി നിർത്തിയ മോശയെ ന്യായാധിപതിയും കർത്താവുമായി സ്വർഗം നിയമിച്ചു എന്ന് വായിക്കുന്ന പോലെ ഞാൻ എഴുതിയ പാട്ടുകൾ അവർ പിന്നീട് പാടുവാൻ ദൈവം പ്രവചിച്ചു. ആരെങ്കിലും നമ്മെ അവഗണിച്ച് അകറ്റി നിർത്തിയാൽ ആകുലമരുതേ ചേർത്ത് അടുപ്പിച്ചു നിർത്തുന്ന ഒരു ദൈവം നമുക്കായി ഇന്ന് സ്വർഗത്തിൽ. ലോകത്തിലെ മനുഷ്യർ നോക്കുന്നത് ഈ പ്രദേശത്തുള്ള പണക്കാരുടെ പുസ്തകത്തിലും പട്ടികയിലും നിന്റെ പേരുണ്ടോ എന്നാണ്. നമ്മൾ നോക്കുന്നത് ജീവപുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടോ. ജീവപുസ്തകത്തിൽ പേരെഴുതി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ദൈവത്തെ ശ്രദ്ധിക്കുന്നതിന് ഒട്ടും വിശുദ്ധി കാണിക്കണ്ട. നമുക്ക് ഈ മോക്കോട കിട്ടിയത് ക്രൈസ്തലോട് ആരാധനയ്ക്കൊരു തടസ്സമല്ല. നമ്മൾ ഈ മുഖം മറച്ച് ആരാധിക്കുന്നതിന് മുൻപേ ആരാധിച്ച ഒരു കൂട്ടം ആളുകളുണ്ട്, മനുഷ്യരല്ല, സാറാഫുകൾ. രണ്ടുകൊണ്ട് മുഖമൂടി ഞാൻ ആരാണെന്ന് ആരും അറിയാതിരിക്കട്ടെ. ഈ മാസ്ക് കെട്ടിയാലും സ്വർഗത്തിലെ ദൈവം നമ്മുടെ ശബ്ദം കേട്ട് നമ്മെ തിരിച്ചറിയും. 10 കുഞ്ഞുങ്ങളെ ഈ ഹോളിൽ വെച്ചിട്ട് 10 അമ്മമാരെ വെളിയിൽ നിർത്തിക്ക്. ഓരോ കുഞ്ഞും കരയുമ്പോൾ, ശബ്ദമുണ്ടാക്കുമ്പോൾ ഒറിജിനൽ അമ്മ പറയും, ഇപ്പം കരഞ്ഞ വേണ്ട കുഞ്ഞ. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ 10 സ്തോത്രമെങ്കിലും പറഞ്ഞിട്ട് പോയാൽ അടുത്ത 10 ദിവസത്തേക്ക് ആ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് അത് ഉപകാരമായി തീരും. അപ്പൊ സ്തുതികളുടെ പുസ്തകമാകുന്ന ഈ പാട്ട് എഴുതിയിരിക്കുന്ന ആളുകളെ കുറിച്ച് നമുക്കറിയാം. ദാവീദ്, ശലോമോന്, പിന്നെ മോശ, കോരഹിന്റെ പുത്രന്മാര് ഒക്കെയാണ്. ചിലർ പറയുന്നത് എസ്രായോ എഴുതിയിട്ടുണ്ടെന്ന്. എന്നാൽ എസ്രായാണ് ഈ സങ്കീർത്തനത്തെ എല്ലാം കൂട്ടി ചേർത്തിരിക്കുന്നത്. നമുക്കറിയാം, ദേവദാസൻ അത് പറയാറുണ്ടല്ലോ. 5 പുസ്തകങ്ങളായിട്ടാണ് സങ്കീർത്തന പുസ്തകങ്ങൾ ഹീബ്രൂസ് അല്ലെങ്കിൽ എബ്രായർ തിരിച്ചിരിക്കുന്നത്. അതിൽ ഈ സങ്കീർത്തനങ്ങളിൽ 8 വിഭജനങ്ങളുണ്ട്. പ്രത്യേക സ്തുതികളുടെ പുസ്തകം എന്ന് പറയും, സ്തുതികളുടെ സങ്കീർത്തനം, രാജകീയ സങ്കീർത്തനമുണ്ട്, ചിലരെ ശപിക്കുന്ന ശാപ സങ്കീർത്തനമുണ്ട്, വിലാപ സങ്കീർത്തനങ്ങളുണ്ട്, പിന്നെ മശിഹൈക സങ്കീർത്തനങ്ങളുണ്ട്. നമ്മളിത് വായിച്ച ആ സങ്കീർത്തനത്തിൽ മശിഹായെ കുറിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ വിടുകയില്ല. അപ്പോൾ മശിഹായെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു സങ്കീർത്തനം കൂടെയാണ് ഈ 16-ാം സങ്കീർത്തനം. സങ്കീർത്തനങ്ങളിൽ ദൈവത്തിന്റെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. 83 പ്രാവശ്യം ദൈവത്തിന്റെ പേര് പറ. പഴയ നിയമത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ പേര് ഓർക്കുന്നോ? പറഞ്ഞു നോക്കി. യഹോവ. മോശ ചോദിച്ചു, ഇസ്രായേൽ മക്കളും ഒക്കെ ചോദിച്ചു, നിന്റെ പേരൊന്നും പറഞ്ഞില്ല. ദൈവം പേര് പറഞ്ഞു കൊടുത്തു. ദൈവത്തിന്റെ പേര് യഹോവ എന്നാകുന്നു. പഴയ നിയമം യഹോവ എന്ന്. അപ്പൊ സങ്കീർത്തനത്തിൽ 83 പ്രാവശ്യം യഹോവ 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 എന്ന്. മലയാളം പഠിച്ചു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ആദ്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമുണ്ട്. ഏതാണെന്നറിയാമോ? യഹോവയുടെ ഇടയനാകും. ദാവീദാണ് കൂടുതൽ സങ്കീർത്തനങ്ങളും എഴുതിയിട്ടുള്ളത്. BC 1010 മുതൽ BC 970 വരെ 40 വർഷം ഇസ്രായേലിൽ സുവർണ കാലഘട്ടത്തിൽ ഭരിച്ച ഒരു രാജാവാണ് ദാവീദ്. ദാവീദിന്റെ വീട്ടിൽ 7 ആൺമക്കളും 2 പെൺമക്കളും ഉണ്ടായി. ആകെ 9 മക്കളുണ്ട്. അതിലേറ്റവും ഇളയവനായിരുന്നു ആര്?
ദാവീദിന്റെ കയ്യിൽ കിന്നരമുണ്ട്, കവണയും. ശത്രുക്കൾ വരുമ്പോൾ കരടിയോ പുലിയോ സിംഹമോ വല്ലതും ആക്രമിക്കാൻ വരുമ്പോൾ കവണയും കല്ലുമെടുത്ത് ഏകപതിക. ആടുകളെ കയറ്റി പുൽപ്പുറങ്ങളിൽ കയ്യാളുകളും കുറ്റിക്കാടുകളും കയറിയിറങ്ങി നടക്കുന്ന വേളകളിൽ കയ്യിലെ കിന്നരം കൊണ്ട് നല്ലപോലെ പാട്ടുപാടുമായിരുന്നു. നമ്മുടെ ഭാഷ പാടുന്ന പോലെ ഞാൻ ഭാഷയുടെ വേണം. ആടുകളെ നോക്കുന്ന ജോലിയായിരുന്നു ദാവീദ്. ആ സമയത്തെല്ലാം ക്രൈസ്തവരോട് പാട്ട് പാടിക്കൊണ്ടേയിരുന്നു. ഞാൻ എഴുതിയ പാട്ടുകളാണ് എന്നെ ദൈവകൃപയിൽ ഇന്നുവരെയും നിലനിർത്തിയത്. ഏത് ഒക്കേഷനിലും പാടുവാനുള്ള പാട്ട് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ പാടാനുള്ള ട്യൂണില്ലെന്നേ. നമ്മുടെ സഹോദരി സഹോദരന്മാരൊക്കെ ഒരുപാട് ട്യൂണുള്ളവരുണ്ട്. എൻ്റെ പാട്ടുകൾ പാടിയ സഹോദരിമാരും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നീ അവരൊക്കെ സ്റ്റുഡിയോയിൽ പാടാൻ പോവാ പാട്ടുകൾ. നമ്മുടെ സഭയിൽ അതിനെ പാടാനുള്ള കൃപയുള്ളവരുണ്ട്. ഇപ്പോൾ ഒബിൻ പാടുമായിരുന്നു. ഇപ്പോൾ ആ സ്ഥാനത്ത് നമ്മുടെ ബിനോയെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരൊക്കെ നോക്കിയാൽ പാടാം. സഹോദരന്മാർ കുഞ്ഞുങ്ങൾ നോക്കിയാൽ പാടാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നല്ലൊരു ഗായിക സംഘം നമ്മുടെ സഭയിൽ ഉണ്ടാകട്ടെ. നല്ല കീർത്തനങ്ങൾ, സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. പാടുമ്പോൾ വെളിയിലോട്ട് കേൾക്കാൻ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അതൊക്കെ ചിലർ വാങ്ങുകയും കാര്യം കൂടെ മൂടിക്കൂടെ വന്നപ്പം ഒട്ടുമേയില്ല. എന്നാൽ യെശയ്യാപ്രവാചകൻ 6-ാം അധ്യായത്തിൽ പറയുന്നത് അവരാർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം സൗരഭ്യവാസന ആ പുക കൊണ്ട് നിറഞ്ഞു. ഈ പുകയിൽ ശ്വാസം മുട്ടിച്ചാകുന്നതല്ല, നല്ല ആരാധനയുടെ സൗരഭ്യവാസന ഉയരുന്നതാണ്. സ്വർഗത്തിൽ ചെന്നാലും അവിടുത്തെ ആരാധന അല്ലേലികളൊക്കെ എങ്ങനെയാണ്? ഇന്ന് നമ്മൾ പാടിയ ഈ സങ്കീർത്തന ബന്ധത്തിൽ ദേവദാസൻ പാടിയ ആ പാട്ടിനകത്ത് 2 വരിയെ ഒരു സ്വർഗത്തിൽ ചെല്ലുമുള്ള പാട്ട്. കുഞ്ഞാടിന്റെ പാട്ടും മോശയുടെ പാട്ടും ഒന്നും നമുക്കറിയത്തില്ല എന്താണ്. എന്നാൽ ഈ പാട്ട് സ്വർഗത്തിലുണ്ട്. അതിന് 2 ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. അത് സ്വർഗത്തിലുണ്ട് കേട്ടോ. ദൂതന്മാരും 4 ജീവികളും 24 മൂപ്പന്മാരും കൂടെ വീണ് ഈ വരികൾ പാടിയ ദൈവത്തെ ആരാധിക്കുന്നു. ഇവിടെ വെച്ചല്ല പാടാൻ ദൈവം കൃപയോട് ഒന്നോട് ശ്രമിച്ചാൽ 16-ാം സങ്കീർത്തനം ഒരു ദാവീദിന്റെ ഒരു സ്വർണ്ണഗീതം. 6 സ്വർണ്ണഗീതങ്ങളാണ് സങ്കീർത്തനത്തിലുള്ളത്. 6 സ്വർണ്ണഗീതം ഏതൊക്കെയാണെന്നറിയാമോ? 16-ാം സങ്കീർത്തനം, 56, 57, 58, 59, 60. അങ്ങനെ 6 സങ്കീർത്തനങ്ങൾ സ്വർണ്ണ ഗീതങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും വെള്ളി ഗീതങ്ങളുണ്ടാവും. ചിലർ പാട്ട് പറയാം വെള്ളിയായി പോകുമെന്ന് പറയാറുണ്ടല്ലേ. അതുകൊണ്ട് ദാവീദ് ഒരു വെള്ളി ഗീതവും എഴുതിയിട്ടില്ല. എല്ലാം നല്ല പാട്ടുകളാണ്. എന്തിനാ ഈ സ്വർണ്ണഗീതം എന്ന പേര് വന്നത്? എങ്ങനെയാ? അലോപനീയത്തിനാണ് വില കൂടുതൽ, വെള്ളിക്കാണ് വില കൂടുതൽ, സ്വർണത്തിനാണ് വില കൂടുതൽ? ഏതായാലും സ്വർണ്ണമല്ലേ. നമ്മളിപ്പോൾ നമുക്കറിയില്ല. പത്രം വായിക്കാൻ അറിയാം. സ്വർണത്തിന് പവന് എത്ര രൂപ, പവന് എത്ര രൂപ എല്ലാവരും മേടിച്ചു കൊണ്ടിരിക്കുക. ഒടുവിൽ ഇത് സ്റ്റൂള് പോലെ, നമ്മൾ ഇരിക്കുന്ന സ്റ്റൂളല്ല, മലയാളത്തിൽ പറഞ്ഞാൽ മരം പോലെ വലിച്ചെറിയ ആർക്കും വേണ്ടാറുള്ളൂ. ഇവിടെ ഏറ്റവും വിലയുള്ള ലോഹമാണ് സ്വർണം. 1000 കിലോ സ്വർണം, സ്വർണ്ണപ്പാറ ശുദ്ധീകരിച്ച് 24 പ്രാവശ്യം ശുദ്ധീകരിക്കുമ്പോൾ 1 ഗ്രാം സ്വർണം കിട്ടും. 22 പ്രാവശ്യം ശുദ്ധീകരിക്കുമ്പോൾ 22 ക്യാരറ്റ് സ്വർണം കിട്ടും. 24 പ്രാവശ്യം ശുദ്ധീകരിക്കുമ്പോൾ തനി തങ്കം കിട്ടും. തങ്കം ബിസ്ക്കറ്റ് ആയിട്ടും സോളിഡ് അവസ്ഥയിൽ കിട്ടും. ചെമ്പ് ചേർത്തിട്ട് സ്വർണമായിട്ട് കിട്ടും. ഇവിടെ ഏറ്റവും വിലയുള്ളതാണ് സ്വർണം. അതുകൊണ്ടാണ് ഇവിടെ സ്വർണ്ണഗീതം എന്ന് എഴുതിയിരിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ, യഹൂദന്മാരുടെ മധ്യത്തിൽ ഏറ്റവും വിലയുള്ള ദാവീദിന്റെ 6 സങ്കീർത്തനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ ശത്രുക്കളുടെ കയ്യിൽ നിന്നും കഷ്ടതയുടെ നടുവിലായപ്പോൾ
പാടിയ പാട്ടുകളോ പ്രത്യാശയുള്ള ദൈവത്തിനോട് ശ്രദ്ധിച്ചാട്ട് സ്വർണ്ണഗീതം എന്ന് പറയും. അതിനകത്ത് എല്ലാ വാക്യങ്ങളും വളരെ അർത്ഥവത്തായ വാക്യങ്ങളാണെങ്കിലും ഞാൻ ആദ്യത്തെ ഒരു വാക്യം അതിൻ്റെ രണ്ടാമത്തെ വാക്യം വായിച്ചിട്ടുണ്ട്. യേശുദാസൻ എല്ലാ നമ്മൾ ബോധിപ്പിക്കാറുണ്ടല്ലോ. വായിച്ചാട്ട് ആദ്യത്തെ ദൈവമേ. അപ്പൊ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ആണ്, പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് അവിടെ കാണുന്നത്. ദൈവമേ, എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ നിന്നെ ശരണമാക്കി. ഞാൻ നിന്നെ നിന്നെ ശരണമാക്കിയോ ഡസൻ മാത്രം, എനിക്കത് വിഷയമല്ല. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ ദൈവത്തിന്റെ ജോലി എന്തുവാ? എന്നെ കാത്തുകൊള്ളണമേ. ആരിലൊരിക്കൽ പോയി കാണാവുന്ന ദൈവമല്ല. ഞാൻ നിന്നെ ശരണമാക്കി. എൻ്റെ കൊച്ചു കൂരയിൽ ചോരുന്ന ചെറ്റപ്പൊടിയിൽ തീറ്റവസ്ത്രം ധരിച്ച് അന്നത്തെ ആഹാരത്തിന് വേണ്ടി ഓരോരുത്തരും അധ്വാനിച്ച് ആകുലപ്പെട്ട് വേദനപ്പെട്ട് കഴിയുന്നവനാണ് എങ്കിലും ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുന്നു. എന്നെ ലോകത്തൊക്കെ വന്നു, ഞങ്ങൾ താമസിച്ചതെല്ലാം വന്നു, ആശുപത്രിയിലെല്ലാം വന്നു. എന്തുവാ? കൊറോണ, കോവിഡ്. പക്ഷെ ദൈവം കാത്തുകൊണ്ടതിനാൽ പ്രായമായവരെയും പ്രായം കുറഞ്ഞവരെയും എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം കാത്തുകൊള്ളതുകൊണ്ട് ഈ ദൈവാലയത്തിൽ വന്ന് ദൈവത്തെ സുഖിപ്പാൻ കർത്താവ് അവസരമോ ശേഷിപ്പിച്ചതുകൊണ്ട് ആത്മാർത്ഥമായി ദൈവത്തെ സുഖിക്കുക. എന്നെ കാത്തുകൊള്ളുന്നു. താഴെ വായിക്കുന്നത് ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ ഉണ്ട്. നിങ്ങളും ഞാനും ആരാ? ദൈവം വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരാണ്. റോമാലേഖനം 1:3, 1:2 വായിച്ച വേഗത്തിൽ വായിച്ച പോലെ വാക്ക് നിർത്താൻ പോവാം, സമയം പോയി. അതുകൊണ്ട് റോമാലേഖനം 1:3 വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവത്തിലേക്കായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന ആളുകൾ ആരാ? വിശുദ്ധന്മാരാ. റോമയിലുള്ളവരെല്ലാം ആരാ? ദൈവം വിളിച്ച് വേർതിരിച്ചവർ. God has called and separated us from this wicked world to be a holy nation in order to worship the Lord in spirit and in truth. ആത്മാവിൽ സത്യവും ആരാധിപ്പാൻ ദൈവം വിളിച്ച് വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാരും വിശുദ്ധമതികളുമാണ് ഇന്ന് പകൽ ദൈവത്തിന്റെ ആലയത്തിൽ വന്നിരിക്കുന്നത്. അത്രേ വിശ്വസിക്കുന്നു. മറ്റുള്ളവരൊക്കെ നമ്മെ കള്ളാകല്ലേ എന്ന് വിളിക്കും. നമുക്കൊരു വിഷയമല്ല. ദൈവം വിളിക്കേണ്ട ഇറങ്ങി ധരിച്ച ഞാൻ ദൈവത്തിന്റെ വിശുദ്ധനാണ്. ഇനി നമുക്ക് എല്ലാ ആഗ്രഹവും ഞാൻ പറഞ്ഞല്ലോ, അത് നിറവേറിയ ഒന്നോടൊക്കെ ഉണ്ടെന്ന്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം കൂടെ ഞാൻ പറയും. എൻ്റെ കർത്താവ് വരുമ്പോൾ കൂടെ പോകണം, കൈവിടപ്പെട്ട് പോകരുത്. ദൈവത്തിന് ഓർമ്മിച്ച ഒരു വിഷയം കൂടെ പറയും. അവസാന വാക്യം വായിച്ചത്, അവസാന വാക്യം എല്ലാം വായിക്കാൻ സമയമില്ല. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിന്റെ അവസാന വാക്യം. നിന്റെ സന്നിധിയിൽ സന്തോഷപരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്തെന്നും പ്രമോദങ്ങളും. വീട്ടിലിരുന്നാൽ കിട്ടുമോ? നിന്റെ സന്നിധിയിൽ വന്ന് സന്തോഷിക്കുന്ന സന്തോഷം വീട്ടിൽ ഇരുന്നാൽ കിട്ടുമോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുന്നു, ഗസ് ചെയ്ത് നോക്കും, ഒന്ന് ഇമാജിൻ ചെയ്ത്. ഞാൻ ഒരു ദിവസം പാട്ട് കേട്ടു, ആരോ ഒന്ന് പാടുക. വീട്ടിലിരുന്നാൽ കിട്ടാത്ത ഒരു ആത്മസന്തോഷം കൂട്ടായ്മയ്ക്കായി പോകുമ്പോൾ കിട്ടുന്നുണ്ട്. കൊട്ടിപ്പാടാൻ കൂടുമ്പോൾ, കൈകൾ കൊട്ടി പാടുമ്പോൾ എത്ര ആത്മീയ സന്തോഷം എന്നുള്ള പാട്ട്. ഞാൻ എഴുതിയൊരു പാട്ടാണ്, ഞാൻ കേട്ടത് ഞാൻ എഴുതിയെടുക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ പാട്ടുകൾ ഞാൻ കേൾക്കും, അത് ഞാൻ എഴുതിയെടുക്കാറുണ്ട്. പക്ഷേ ട്യൂണൊന്നുമില്ല. ഇനി ട്യൂൺ ചെയ്ത് ഇറക്കാനുള്ള ഒരുപാട് പാട്ടുകളുണ്ട്.
നിന്റെ സന്നിധാനത്ത് വരുമ്പോൾ എനിക്കൊരു സന്തോഷം, ഒരു സമാധാനം. ചിലർ വരാതിരുന്നിരുന്നങ്ങ് മുരഞ്ഞ് വരാനുള്ള താല്പര്യം ഇപ്പം ഇല്ല. സഹോദരി വരുന്നില്ല, സഹോദരൻ വരുന്നില്ല. വരുന്നില്ല. എന്താ വരാന്? വന്നില്ലെന്നേ ഉള്ളൂ. കർത്താവ് കൂടെ പോകണം. കൂട്ടായ്മയ്ക്ക് ദൈവസന്നിധിയിൽ വരുമ്പോൾ ആത്മാവിൽ, അന്തരാത്മാവിൽ ഒരു ആനന്ദം അനുഭവിക്കുവാൻ കഴിയും. ഉപദേശം അരതുകളുടെയും വിലക്കുകളുടെയും വേലിക്കെട്ടുകൾ ഏതൊക്കെയാണെന്ന് അറിയുന്നത് ദൈവസന്നിധി വന്ന് ദൈവദാസന്റെ പ്രസംഗം കേൾക്കുമ്പോഴാണ് അറിയുന്നത്. ഏതൊക്കെ കട്ട് ചെയ്യണം, വെട്ടിക്കളയണം, ഏതൊക്കെ നുള്ളിക്കളയണം എന്ന് തിരിച്ചറിവുണ്ടാകുന്നത് ദൈവസന്നിധി വരുമ്പോഴാണ്. ദൈവത്തെ പാടി ആരാധിക്കുന്നതോറും ആകാംക്ഷകളിൽ ഉണ്ടാകുകയും ദൈവസന്നിധി സന്തോഷം അനുഭവിക്കുവാൻ കർത്താവെ അടുത്ത ഞായറാഴ്ചയോട് ദൈവം വരണമേന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രത്യാശ ദൈവം നിറയ്ക്കട്ടെ. സമയം വെച്ച ദൈവദാസൻ സഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധി Hallelujah.
നന്ദിയുള്ള ഹൃദയത്തോടെ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ചിന്തയ്ക്ക് ആധാരമായി വായിക്കാം. കഴിഞ്ഞ ഞായറാഴ്ച വായിച്ച വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 35-ാമത്തെ വാക്യം. നിന്നെ അധികാരിയും ന്യായകർത്താവുമാക്കിയതാ എന്നിങ്ങനെ അവർ തള്ളി പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപ്പറപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി അയച്ചു. ദൈവത്തിന്റെ ദാസനായ മോശയെ കുറിച്ച് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ അറിയിപ്പാൻ ഇടയാക്കുന്നു. ഇന്ന് അതിന്റെ ബാക്കി ഭാഗം എന്നോണം ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ വന്ന പ്രാർത്ഥനയിൽ ദൈവാത്മാവ് ഓർപ്പിച്ച സന്ദേശങ്ങളാണ് ഇന്ന് പലരും ഇവിടെ ഓർപ്പിക്കുന്നത്. മോശയെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു. പ്രതികൂല സാഹചര്യങ്ങൾ, അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളാണ് മോശ ജനിച്ചത്. പക്ഷെ ദൈവത്തിന് മോശയെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. മോശ ദൈവത്തിന് വിലപ്പെട്ടവനായിരുന്നു. മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് നോക്കിയതുപോലെയല്ല മോശയെ ദൈവം കണ്ടത്. ദിവ്യ സുന്ദരനായിരുന്നു, കോമളനായിരുന്നു, ജ്ഞാനം നിറഞ്ഞവരായി ദൈവം ഭാവിയിൽ കണ്ടവരായിരുന്നു. പക്ഷെ ആ കാലത്ത് മോശ ജനിച്ച കാലം പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങളായിരുന്നു. പക്ഷേ മോശയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറാൻ ഇടയായിത്തീർന്നു. മാത്രമല്ല ഈ ആഴ്ച പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ രണ്ട് സഹോദരന്മാർ, തന്റെ കുലത്തിലുള്ള രണ്ട് സഹോദരന്മാർ തമ്മിൽ തർക്കങ്ങളുണ്ടായപ്പോൾ അവരെ സന്ധി സംഭാഷണത്തിന് അവരെ അതിൽ നിന്ന് സംയമനം പാലിപ്പാൻ വേണ്ടി മോശയുടെ അടുക്കലേക്ക് അവരുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ അവർ മോശയോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവുമാക്കിയതാണ്. അവർ പറഞ്ഞ, അവർ തള്ളിക്കളഞ്ഞ, അവർ ചോദ്യം ചെയ്ത മോശയെ അവരുടെ വീണ്ടെടുപ്പുകാരനായി, അവരുടെ രക്ഷകനായി ദൈവം ദൂതൻ മുഖാന്തരം മോശയെ അയച്ച ചരിത്രമാണ് നമ്മൾ കേട്ടത്, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇവിടെ ദൈവനിയോഗം സ്വീകരിക്കുന്നതിന് പകരം 5 തരത്തിലുള്ള ഒഴിവുകഴിവുകളാണ് മോശ പറയുന്നത്. പുറപ്പാട് പുസ്തകം നമ്മൾ വായിച്ചു നിർത്തി. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലാണ് വായിച്ചു നിർത്തിയത്. 5 ഒഴിവുകഴിവുകളാണ് മോശ പറഞ്ഞത്. ദൈവം നിയോഗം കൊടുത്തപ്പോൾ ദൈവം തന്നെ ആ സ്ഥലത്തേക്ക് പറഞ്ഞയക്കാൻ പദ്ധതിയിട്ടപ്പോൾ മോശ പറയുന്ന 5 ഒഴിവുകഴിവുകൾ ഞാൻ വായിക്കുന്നില്ല. ഞാൻ ഓടിച്ച സമയത്തിന്റെ പരിമിതി മൂലം പെട്ടെന്ന് പറഞ്ഞ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആത്മീയ സന്ദേശം ഏറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. 1-ാമത്തെ ഭാഗം 3-ാം അധ്യായത്തിൽ പറയുന്നത് 11 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ എന്തുമാത്രമേ ഉള്ളൂ. ദൈവം തന്നെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചപ്പോൾ താൻ പറയുക, ഞാൻ എന്തുമാത്രമേ ഉള്ളൂ, ഞാൻ ഒന്നുമില്ല. 2-ാമത് പറയുന്നുണ്ട്, ദൈവത്തിന്റെ പേരെനിക്കറിയത്തില്ല. മൂപ്പന്മാരുടെ അടുത്ത് എന്ന് ദൈവം എന്നെ അയച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവർ പറയും, നിന്റെ ദൈവത്തിന്റെ നാമം എന്താ, നിന്റെ ദൈവത്തിന്റെ പേരെന്താന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പേരെനിക്കറിയത്തില്ല, നെയ്മ് എനിക്കറിയത്തില്ല, നാമം എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് ദൈവത്തിന്റെ നാമം അറിയാത്തത്തോളം കാലം ഞാൻ അവിടെ ചിലപ്പോൾ സംസാരിപ്പാൻ അല്ലെങ്കിൽ മറുപടി കൊടുക്കുവാൻ വാക്കുകൾ ഇല്ലാത്തവരായി തീരുന്നു. അതുകൊണ്ട് 3-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മോശ പറയാ, ദൈവത്തിന്റെ നാമം എനിക്കറിയത്തില്ല. 3-ാമത് പറയുന്നു, മൂപ്പന്മാരെ വിശ്വസിക്കത്തില്ല. ഞാൻ അവരെ ആളായിട്ട് അവരുടെ ലീഡറായിട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ മൂപ്പന്മാർ അതിന് നേതൃത്വം കൊടുക്കുന്നവരൊക്കെ എന്നെ അംഗീകരിക്കണമെന്നില്ല, അവരെന്നെ ചിലപ്പോൾ തള്ളിക്കളയും. 4-ാമത് പറയുന്നു, എന്റെ ഒരു പരിമിതിയുണ്ട്, എനിക്കൊരു കഴിവുകളുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വാക്സാമർത്ഥ്യമുള്ളവരല്ല. എനിക്ക് വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ വിക്കുള്ള നാവ, തടിച്ച നാവ, വാക്ക് ഈ ഒഴുക്കോടെ പറയാനുള്ള പ്രാപ്തി എനിക്കില്ല. മോശയ്ക്ക് അങ്ങനെ ഒരു കഴിവുകൾ എനിക്കുണ്ട്. 5-ാമത് പറയുന്നു, മറ്റാരെങ്കിലും അയക്കണം. ഈ കഴിവില്ലാത്ത എന്നെ, ഈ ബുദ്ധിമുട്ടുള്ള എന്നെ, ഈ പരിധികളുമുള്ള എന്നെ അയക്കാതെ ദൈവമേ നിനക്ക് ബോധിച്ച വേറെ ആരെങ്കിലും ഒരാളെ അയക്കണമേ. 5 പരിമിതികളാണ്, 5 ഒഴിവുകഴിവുകളാണ് മോശ ദൈവത്തിന്റെ മുമ്പിൽ നിരത്തിയത്. പക്ഷെ മോശയെ ദൈവം വിട്ടില്ല. മോശയെ ദൈവം പോകണ്ടെന്ന് പറഞ്ഞ് നിന്റെ ബുക്കുകളെ പറഞ്ഞില്ല. ദൈവത്തിന് പദ്ധതിയുള്ളവരെ, ദൈവത്തിന് ഇഷ്ടമുള്ളവരെ, ദൈവത്തിന് പ്രാണമുള്ളവരെ എത്ര ഒഴിവഴികൾ പറഞ്ഞാലും എത്ര മാറി നിന്നാലും ദൈവം വിട്ടിരിക്കും. അത് മനുഷ്യ തടസ്സമല്ല, ജനിച്ച സാഹചര്യം തടസ്സമല്ല, സഭ തടസ്സമല്ല, ദേശത്തിന്റെ അധിപതികൾ തടസ്സമല്ല. നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാനിൽ എത്തിക്കാൻ ദൈവത്തിന് ഇടമുണ്ടെങ്കിൽ ആരൊക്കെ നോക്കിയാലും തടയാൻ കഴിയത്തില്ല. നോക്കണം. സ്വയമായോ അപ്പനോ അമ്മയോ നാട്ടുകാരോ വീട്ടുകാരോ പാസ്റ്റർമാരോ ആർക്കും ആ
വഴക്കുണ്ടായപ്പോൾ അവരെ ചെന്ന് സന്ധിയിൽ അവരെ മാറ്റാൻ ശ്രമിച്ചു. അപ്പോൾ തന്നെ എബ്രായനായ ഒരാളെ മിസ്രൈമൻ അടിച്ചപ്പോൾ വഴക്കുണ്ടാക്കിയപ്പോൾ അവനെ ഒരാളെ ഉന്തിക്കളഞ്ഞു. ആ ആവേശമുണ്ടല്ലോ, 40 വർഷത്തെ ആദ്യത്തെ ഘട്ടത്തിൽ ആ കൊട്ടാരത്തിൽ നിന്ന് ലഭിച്ച ജ്ഞാനവും ആ വൈഭവശേഷിയും കായികബലവും ഒക്കെ എടുത്തുകൊണ്ട് തന്റെ സഹോദരനെ ഒരുത്തൻ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ താൻ ചാടി വീണു, അവനെ ഇല്ലാതാക്കി കളഞ്ഞു. ആ ആവേശം 40 വർഷം കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് ദൈവം സംസാരിച്ചപ്പോൾ എന്താ കാണാൻ പറ്റിയില്ല. 40 വർഷം മുമ്പ് ഉള്ള ആവേശം തനിക്ക് കാണാൻ പറ്റില്ല. തന്റെ 80ാമത്തെ വയസ്സിലാണ് ദൈവത്തിന് നിയോഗം ലഭിച്ചത്. തന്റെ 80ാമത്തെ വയസ്സിൽ 40 വർഷം കഴിഞ്ഞ് 80ാമത്തെ വയസ്സിലാണ് ജനത്തെ നയിക്കാൻ ദൈവം നിയോഗം കൊടുത്തത്. തന്റെ അഭിഷേകം ദൈവത്താൽ നിയോഗം പ്രാപിക്കുന്നത്. പക്ഷേ 40ാം വയസ്സിലെ ഊർജ്ജസ്വലതയാണോ 80ാം വയസ്സിലെയാണോ ഞാൻ പറയാതെ അറിയാം. 80ാം വയസ്സിൽ പ്രായാധിക്യം എത്തും. ഇക്കാലഘട്ടത്തിൽ അപേക്ഷിച്ച് ക്ഷീണമുണ്ടാകും, മനസ്സിൽ മടുപ്പുണ്ടാകും, ഇതെല്ലാം ശരിയാണ്. പക്ഷേ 80ാം വയസ്സിൽ താന് ആ 40ൽ കാണിച്ച ഊർജ്ജസ്വലതയൊന്നും മാനുഷികമായിട്ട് തനിക്ക് ദൈവനിയോഗ പ്രകാരം കാണിക്കാൻ കഴിഞ്ഞില്ല. അതൊരു വലിയൊരു ബുദ്ധിമുട്ടായി തന്നെ മുന്നിൽ നിൽക്കുകയാണ്. എന്തായാലും 40 വർഷത്തിന് മുമ്പ് ഇസ്രായേൽ മക്കളുടെ ഉദ്ധാരകനായി അവരുടെ ന്യായാധിപനായി താൻ ഇറങ്ങിത്തിരിക്കുക. മാത്രമല്ല ഇപ്പോഴത്തെ മോശയുടെ ബലഹീനത 40 വർഷത്തെ വാസം മോശ പല കാര്യങ്ങളാണ് പഠിപ്പിച്ചത്. 40 വർഷം ആ മിദ്യാനിലായിരുന്ന സമയത്തെ ആ വാസമുണ്ടല്ലോ, ആ പരിചയം, അത് പല കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഇടയായിത്തീർന്നു. ഈ ഫറവോന്റെ അടുക്കലേക്ക് പോകാൻ എന്നോട് പറയണമെന്നാണ് മോശ പറയുന്നത്. ഫറവോന്റെ അടുക്കലേക്ക് പോകാൻ എന്നോട് പറയരുത്. ആ കൊട്ടാരത്തിലേക്ക് സ്വയമായിട്ടൊരു തിരിച്ചറിവാണ്. ഞാൻ അയോഗ്യനാ, ഞാൻ ബലഹീനനാ, ഞാൻ അപ്രാപ്തനാ, എനിക്ക് പോകാൻ കഴിവില്ലെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായി. ആ തിരിച്ചറിവ് താൻ സ്വയം വെളിപ്പെടുത്തിയ സ്വയത്തെ കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പാട്. അതുകൊണ്ടാണ് ഞാൻ എന്തുമാത്രമേ ഉള്ളൂ, ഞാൻ ഒന്നുമില്ല. സ്വയത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ എത്ര ഉയർന്നാലും എത്ര ഉന്നതത്തിൽ പോയാലും എത്ര നല്ല രീതിയിൽ മുൻപോട്ട് ദൈവം അവസരം നൽകിയാലും, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എന്നെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഒന്നുമില്ല എന്തുമില്ല എന്നുള്ളൊരു മനോഭാവം ഉണ്ടെങ്കിൽ അതിന്റെ ദൈവത്തിന്റെ കാലം പ്രവർത്തിക്കുക ചെയ്യും. അപ്പോൾ സ്വയത്തെ കുറിച്ചുള്ള ചില പിള്ളേരുണ്ടല്ലോ, പഠിക്കാൻ ചില പൂർത്തി കിട്ടിക്കഴിഞ്ഞാൽ പഠിക്കാനായി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും മണ്ടന്മാരായിട്ട് കരുതും. ബാക്കി എല്ലാവരും മുമ്പിൽ നടപ്പും ഇരിപ്പും പോക്കും ഒക്കെ കണ്ടുകഴിഞ്ഞാൽ ആളെ കാട്ടി വലിയൊരു ആള് ഇല്ലെന്ന് ചിലപ്പോൾ തോന്നും. പക്ഷേ നോക്കണം, അവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയുന്നത്, അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, സ്വയത്വത്തിന്റെ മുമ്പിൽ തന്റെ ഒന്നുമില്ലാത്ത അവസ്ഥ മുമ്പിൽ പറയുക, ദൈവം പറഞ്ഞിട്ട് പോയി പറയുക, ഞാൻ ഒന്നുമില്ല, എന്റെ വ്യക്തിത്വം ഒന്നുമില്ല, ഞാൻ എന്തുള്ളൂ, എനിക്ക് പോകാൻ കഴിവില്ല, അപ്പോൾ ഞാൻ എന്തുമാത്രമേ ഉള്ളൂ എന്നാണ് താൻ പറയുന്നത്. നമുക്കറിയാം ഫിലിപ്പിയരുടെ 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായെന്ന പൗലോസ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നെ ശക്തന. പക്ഷെ ഈ ചിന്തയൊന്നും ആ കാലഘട്ടത്തിൽ ദൈവമായിട്ട് സംസാരിച്ച ദൈവപുരുഷനായ മോശയ്ക്കുണ്ടായില്ല. 40ാം വയസ്സിലെ ഊർജ്ജസ്വലത 80ാം വയസ്സിൽ വന്നപ്പോൾ കാലേബിനെ പോലൊന്നും മോശക്കുണ്ടായില്ല. അന്ന് എന്റെ കൂടെ ദൈവമുണ്ട്, ഞാൻ പോകും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് വാക്സാമർത്ഥ്യമില്ലെങ്കിലും, ഞാൻ വിക്കനാണെങ്കിലും, ഞാൻ തടിച്ചതാവുന്നവനാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ എന്റെ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ശക്തനായിട്ട് നിൽക്കുമെന്നുള്ള ചിന്ത തന്നെ ഉണ്ടാകാതെ താന് എന്ത് ചെയ്യുക, തന്റെ ബുദ്ധിമുട്ടുകൾ ദൈവസന്നിധി വളർത്തുക. ഇങ്ങനെ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും. ഈ ചിന്ത ആ സമയത്ത് തന്നെ ഫലിച്ചില്ല, അങ്ങനെ ഉണ്ടായില്ല. മാത്രമല്ല മോശയുടെ 1-ാമത്തെ പ്രശ്നത്തിന് പരിഹാരമായി ദൈവം തനിക്ക് നൽകിയ മറുപടി, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ടാണ്. മോശയുടെ 1-ാമത്തെ പ്രശ്നം, ഞാൻ എന്തുള്ളൂ കർത്താവേ, ഞാൻ ഒന്നുമില്ല കർത്താവേ, എനിക്ക് പോകാൻ കഴിവില്ല കർത്താവേ, എനിക്ക് പരിമിതികളുണ്ട് കർത്താവേ, എനിക്ക് പ്രതിസന്ധിയുണ്ട്, എനിക്ക് പോകാൻ കഴിയത്തില്ല. പക്ഷേ ദൈവം തന്നോടൊരു കാര്യം പറയുക, എന്താണെന്നറിയാമോ? കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അവിടെ ആ അധ്യായത്തിലുള്ള പുസ്തകത്തിലുണ്ട്, 3-ാം അധ്യായത്തിന്റെ ആ അവസാന ഭാഗം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ഞാൻ നിന്നോട് കൂടി, ഐ വിൽ ബി വിത്ത് യു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ദൈവം ഒരാളോട് അങ്ങനെ പറഞ്ഞാൽ, ദൈവം ഒരാളോട് അങ്ങനെ പ്രോമിസ് ചെയ്താൽ പിന്നെന്തിനാ ഭയപ്പെടുന്നത്? ഇന്നും പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം പലപ്പോഴും ഒറ്റയ്ക്കാണെന്നും നമ്മുടെ ജീവിതത്തിൽ ആരുമില്ലെന്നും നമ്മളെ സഹായിക്കാൻ ആരുമില്ലെന്നും നമ്മളെ റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ലെന്നൊക്കെയുള്ള ചിന്തയുണ്ടല്ലോ. ഈ ചിന്തയുടെ മുമ്പിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ കൂടെ എന്റെ ദൈവമുണ്ട്, എന്റെ
പുസ്തകം 37 8-ാമത്തെ വാക്യം വായിക്കാമോ? ഉൽപ്പത്തി 37 8-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം നോക്കണേ, തന്നെ പറയുകയാണ്. അവിടെ പറയുന്നത് നീ ഞങ്ങളുടെ രാജാവാകുമോ, നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവന്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവന്റെ വാക്ക് നിമിത്തവും അവനെ പകയ്ക്കുകയും അധികം ദുഷിച്ചു. Are you indeed to reign over us? Are you indeed to rule over us? So they hated him. അവനെ വെറുത്തെന്ന, പകച്ചെന്ന, നിന്ദിച്ചെന്ന വിശ്വസിക്കാത്തോട് കാണുന്നത്. നിന്ദിച്ചു, പകച്ചു, ആക്ഷേപിച്ചു, തള്ളിക്കളഞ്ഞു. ആർക്കു മുമ്പിൽ അവനൊരു ഒരു നിന്ദാവാക്കായി മാത്രം കണ്ടുകൊണ്ട് അവൻ സംസാരിച്ചു. നീ ഞങ്ങളെ രാജാവായിട്ട് വാഴുന്നു, നിന്റെ സ്വപ്നം ഞങ്ങളെ വാഴുന്നു, നിന്റെ അധികാരം ഞങ്ങളുടെ മേലെടുക്കുമോ? പക്ഷേ ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്. യോസഫിനെ കുറിച്ച് പഠിച്ചാൽ പറയുന്നത് യോസഫ് ഫലപ്രദമായിട്ടുള്ള വൃക്ഷമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മോശെ നിനക്ക് തന്നെ ചിലപ്പോൾ ചെറുതായി തോന്നിയേക്കാം, നിനക്ക് പരിമിതികൾ ഉണ്ടായേക്കാം, നിനക്ക് നീ ജനിച്ച സമയം ശരിയല്ലായിരിക്കാം, അനുകൂലമല്ലാത്ത സാഹചര്യത്തിലായിരിക്കാം നീ പോകുന്നത്. നിന്നെ കുറിച്ച് പലരും വില കൽപ്പിച്ചിട്ടുണ്ട്, നീ ഇത്രേ പോകത്തുള്ളത്. പക്ഷേ നീ ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസ്തനാണെങ്കിൽ, ദൈവത്തിന് മുമ്പിൽ ക്ലിയറായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്നെ മാനിക്കുന്ന ദൈവമുണ്ടെന്ന് ഈ ഞായറാഴ്ചയിൽ ഞാൻ ദൈവത്തോട് പറയുക. എന്താ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്? 39-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. 39-21. നോക്കണേ, ദൈവം ഉയർത്തുന്ന ഘട്ടം ഘട്ടമായിട്ടുള്ള ചില കാര്യങ്ങളോ ചില വിഷയങ്ങളെ പറയാൻ ആഗ്രഹിക്കുന്നത്. മോശയുടെ അനുഭവത്തിൽ പരിശീലനത്തിനും മനസ്സിലാക്കാനും ഒരു ബ്രാക്കറ്റ് പീരീഡ് ദൈവമക്കൾ മനസ്സിലാക്കണം. എല്ലായ്പ്പോഴും ചാടി കയറി, ഞാൻ എപ്പോഴും പറയാം, UKG കഴിയുമ്പോഴത്തേനും മക്കളുടെ കല്യാണം കഴിഞ്ഞ് അടുത്ത 1-ാം ക്ലാസ്സിൽ കയറുമ്പോഴത്തേനും അവർ ഗൾഫിൽ പോയി അമേരിക്കയിൽ പോയി പൈസ ഉണ്ടാക്കി എല്ലാവരുടെ മുമ്പിൽ ജനകീയമായിട്ട് നടക്കുന്ന ചിന്തയുണ്ടല്ലോ, പെട്ടെന്ന് ഫാസ്റ്റ് ഫുഡ് സംസ്കാരം. അങ്ങനെ ചിലപ്പോൾ നടക്കത്തില്ല. ചില 40 വർഷം നിന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളാണെങ്കിൽ, ചിലപ്പോൾ നന്മയാണെങ്കിൽ ഒരു കയറ്റത്തിന് ഇറക്കമുള്ളതുപോലെ ചില പ്രതിസന്ധിയിൽ കൂടെ, വേദനയിൽ കൂടെ, കഷ്ടതയിൽ കൂടെ, ചില ബുദ്ധിമുട്ടിൽ കൂടെ നിന്നെ പഠിപ്പിക്കാൻ പോകുമ്പോൾ നീ ദൈവത്തോട് പിറുപിറുക്കരുത്, നീ ദൈവത്തെ ചുണ്ടരുത്, ദൈവത്തെ ആരാധിക്കാതെ വീട്ടിൽ ഇരിക്കരുത്, കൈയടിക്കാതെ സ്വോത്രം പറയാതിരിക്കരുത്, ദൈവത്തോട് പിണങ്ങി ഇരിക്കരുത്. പിന്നെയോ നിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയ ചില ബ്രാക്കറ്റ് പീരീഡ് ദൈവം ഒരുക്കുന്നത്. ഇന്ന് പല വിശ്വസിക്കും എനിക്കുണ്ടായിട്ടുണ്ട്, എനിക്കുണ്ടായിട്ടുണ്ട്. 1 അല്ല 10 അല്ല, എത്രയോ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കരഞ്ഞിട്ടുണ്ട്, വേദനപ്പെട്ടിട്ടുണ്ട്, ബുദ്ധിമുട്ടിയിട്ടുണ്ട്, പ്രയാസപ്പെട്ടിട്ടുണ്ട്, നിന്ദ കേട്ടിട്ടുണ്ട്, ആക്ഷേപം കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊരു ബ്രാക്കറ്റ് പീരീഡാണ്, അതൊരു ബ്രാക്കറ്റ് പീരീഡാണ്. അതിന്റെ അകത്തൂടെ നടത്തുന്നത് എന്തിനാണെന്നറിയാമോ? പഴി പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, മറ്റുള്ളവരെ വിമർശിച്ചുകൊണ്ടിരിക്കാനല്ല, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. പിന്നെയോ ദൈവമുഖത്തേക്ക് നോക്കി, കർത്താവേ ഞാൻ ഒന്നുമില്ല, ഞാൻ ഒന്നുമില്ല, ഞാൻ ദൈവസന്നിധി കാണുന്നു, എന്റെ വേദനയുടെ അനുഭവം അങ്ങ് കാണുന്നു, എന്നെ ഒരു നല്ല മാനപാത്രമായി മാറ്റാൻ അങ്ങേക്ക് ഹിതമുണ്ടെങ്കിൽ അതിനാണ് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അവിടെ പറയുന്നു 39-21 വായിച്ചേരെ. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. 40-23 വായിച്ചേരെ. അതിന്റെ ചേർന്ന് 40-23. ദൈവം കൂടെ ഉണ്ടെങ്കിൽ, ആദ്യം പറഞ്ഞല്ലോ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന്. ദൈവം കൂടെ ഇരുന്ന, ദൈവത്തെ അകറ്റിക്കളയരുത്. ദൈവം കൂടെ ഇരുന്ന കാരാഗ്രഹത്തിനകത്തപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം തന്നോട് കൂടെ ഉണ്ട്, തന്റെ കൃപ ലഭിച്ചു. പക്ഷെ 40-23 പറയുന്നു, പാനപാത്രവാഹന്മാരുടെ പ്രമാണി യോസേഫിനെ ഓർത്താതെ മറന്നു കളഞ്ഞു. പാനപാത്രവാഹന്മാരുടെ പ്രമാണിയുണ്ട്, അപ്പക്കാരുടെ പ്രമാണിയുണ്ട്. ഈ 2 പ്രമാണിമാരും കൂടെ ഈ പുള്ളിയുടെ കൂട്ടത്തിൽ വന്ന് കിടക്കുക, കാരാഗ്രഹത്തിൽ കിടക്കുക. രാജാവ് പറവൻ കോപിച്ച് 2 കൂടെ പിടിച്ച് അകത്തിട്ടേക്കുക. 2 പേരും നല്ല ആൾക്കാരൊക്കെ ആയിരുന്നു. പക്ഷെ എന്തോ സാഹചര്യത്തിൽ പിടിച്ച് അകത്തിട്ടേക്കുക. എവിടാ വന്നത്? യോസേഫിന്റെ അടുക്കൽ. പക്ഷേ അവർ 2 പേരും സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടപ്പോ ഒരു പുള്ളി വ്യാഖ്യാനിക്കാൻ കുറച്ചു നാൾ കൊണ്ട് ഇതിന്റെ അകത്ത് കിടക്കുക. പാനപാത്രവാഹന്മാരുടെ പ്രമാണി അപ്പക്കാരുടെ പ്രമാണി കൂടെ കിടക്കുക. അപ്പൊ അവർ പറയുന്നു, 2 പേരും പറയാ ഞങ്ങൾ ഒരു സ്വപ്നം കണ്ടു, വ്യാഖ്യാനം അറിയത്തില്ലെന്ന്, കമന്റ് പറയാൻ അറിയത്തില്ല.
വ്യാഖ്യാനിക്കാൻ അറിയത്തില്ല. യോസഫ് പാടാൻ നിങ്ങളുടെ ഭാഗം വായിച്ചോണം. ഞാൻ രാത്രി ആ ഭാഗം വായിച്ചപ്പോ പെട്ടെന്ന് വ്യാഖ്യാനം കൊടുത്തത്. വ്യാഖ്യാനം കൊടുത്തപ്പം ഒരു പുള്ളിയെ കുറിച്ചത് പോസിറ്റീവാണ്. പാനപാത്രവാഹന്മാരുടെ പ്രമാണിയെ കുറിച്ച് പറയുന്നത്, അവരെ കുറിച്ച് പറയുന്നത് പെട്ടെന്ന് ഈ ജയിലിൽ നിന്ന് നീ രക്ഷപ്പെടും, നിനക്ക് രക്ഷ, നീ കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം ഇതാ. ഇത് കേട്ടോണ്ട് ഇന്ന് വേറെ അപ്പക്കാരുടെ പ്രമാണി പറയാ, അന്ന് എന്റെ അടുത്ത് വ്യാഖ്യാനിച്ച് ഞാനോട് ചാടാൻ പോകും. ഈ എല്ലാ ആലോചനയും കേട്ടാൽ ചാടുന്നത് കേട്ടോ. ചിലപ്പോ എന്നോട് പറയുന്നതല്ല ഈ ദൈവദാസന്മാരോട് പറയുന്നത്, നിങ്ങൾ എന്നോട് പറയുന്നതല്ല നിങ്ങളോട് പറയുന്നത്. ഒരേ ആലോചനയാണെന്നില്ല. ചിലപ്പോൾ ഞാൻ ഇവരോടെല്ലാം ഒരാളോട് പറഞ്ഞാൽ അടുത്ത ആളോട് പറയാനുള്ള അവസ്ഥ. ആ ആളോട് അടുത്ത ആളോട് പറയുമ്പോൾ ആ ആളോട് പറയുന്നതാണ് പറയേണ്ടത്. ഈ ആളോട് പറയേണ്ടത് ഇദ്ദേഹത്തോട് പറയണം, ഇദ്ദേഹത്തോട് പറയേണ്ടത് അദ്ദേഹത്തോട്, അദ്ദേഹത്തോട് പറയേണ്ടത് ഇദ്ദേഹത്തോട് പറയരുത്, ഇദ്ദേഹത്തോട് പറയുന്നത് പൊസിഷൻ അടുത്ത ആളോട് പറയരുത്. നോക്കണം. അപ്പൊ പാനപാത്രവാഹന്മാരുടെ പ്രമാണിയോട് പറഞ്ഞതല്ല അപ്പക്കാരുടെ പ്രമാണിയോട് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ദൂര പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞത് കുറിച്ച് വെച്ച പ്രസംഗങ്ങളുടെ കോപ്പി അടിച്ചുകൊണ്ടിരിക്കുകയല്ല. ഞാനിത് പകൽ ദൂര വിളിച്ചു പറയാം, പ്രാർത്ഥിച്ചിട്ട് പറയുന്ന ദൂര ഇഷ്ടമുണ്ട് കേട്ടെടുക്കാൻ തട്ടിക്കളയാം. ഞാൻ പറഞ്ഞത് ഇന്ന് പകല് ചെറുതിനും വിടുതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്താ അപ്പക്കാരുടെ പ്രമാണി പറയാ, പാനപാത്രവാഹന്മാരുടെ പ്രമാണിയോട് പറഞ്ഞത് ശുഭാകാംക്ഷയെ കുറിച്ചാണ്. നല്ല പോസിബിലിറ്റിയാണ്. ഞാന് വിടുതൽ പ്രാപിക്കും. അന്ന് അച്ഛൻ എന്നോടുകൂടെ ദൂത് പറഞ്ഞ തല കുറിച്ചിരിക്കുക. അന്ന് പറഞ്ഞു, നിന്നോട് പറയാനുള്ളത് നിന്റെ തല വെട്ടി മരത്തെ എന്ത് ചെയ്യും? തൂക്കും. ഓ, അതാ പറഞ്ഞത്. ഞാൻ അത് വിവരിക്കാനല്ല. മറ്റേ പുള്ളി അകത്ത് പോയി. അകത്ത് പോകുന്നതിന് മുമ്പ് ഈ പുള്ളി ഒരു കാര്യം പറഞ്ഞു, വസപ്പേ നീ പേടിക്കണ്ട, ഞാൻ അകത്ത് ചെന്ന ഉടനെ ഒന്നാമത് MLA ആയിക്കഴിഞ്ഞാൽ അല്ലെ മന്ത്രി ആയിക്കഴിഞ്ഞാൽ നിനക്ക് ഞാൻ സഹായിക്കും. വീഡിയോ ഈ വ്യാഖ്യാനം ചർച്ച ചെയ്തു തരും. ഈ പാവം പിടിച്ചോ അന്ന് തൊട്ട് നോക്കിയിരിക്കുക. ഇതിനകത്ത് കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം അവിടെ എനിക്ക് വേണ്ടി ഒരു വർത്തമാനം കേൾക്കുന്നത് പോലെ എനിക്ക് രക്ഷപ്പെടാം. ഞാൻ വെറുതെ ഇതിനകത്ത് നിരപരാധിയായി പിടിക്കപ്പെട്ടതാണ്. അപ്പൊ ഇതിനകത്ത് രക്ഷപ്പെടുന്നുള്ള വാർത്തയ്ക്ക് കൂടി. പക്ഷെ ഒന്നും കഴിഞ്ഞ് 2 സംവത്സരം കഴിഞ്ഞു. 2 സംവത്സരം കഴിഞ്ഞപ്പോ താണ്ടാ ഈ പുള്ളികൾക്ക് ഒരു പുള്ളി തട്ടിപ്പോയി. അപ്പക്കാരുടെ പ്രമാണി ഇല്ലാതായി. പാനപാത്രവാഹന്മാരുടെ പ്രമാണി അകത്ത് പോയി. അകത്ത് ചെന്നപ്പോഴാണ് താണ്ടാ പരമോനെ ദൈവം സ്വപ്നം കാണിക്കുക. കേട്ടോളെ, ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കിക്കോണം. നിന്നെ രക്ഷിക്കാൻ, നിന്നെ റെക്കമെൻഡ് ചെയ്യാൻ, ശുപാർശ ചെയ്യാമെന്ന് അകത്ത് പോയ പുള്ളി മറന്നപ്പോ അവിടുത്തെ മെയിൻ പുള്ളിയെ ദൈവം അറിയിച്ചു. മുപ്പാപ്പയുടെ മക്കളും വന്നേ അകത്തിരിക്കുന്ന രാജാവിനെ ദൈവം സ്വപ്നം കാണിച്ചത് മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ രാജാവിനെ സ്വപ്നം കാണിച്ചു. രാജാവ് ഒരു കാര്യം ചെയ്തു, അവിടുത്തെ മന്ത്രവാദികളെയും ജ്ഞാനികളെല്ലാം ആളയച്ചു വരുത്തി. കേട്ടോ, ആളയച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. എന്താണ് പിടികിട്ടുന്നില്ല, ആർക്കെങ്കിലും വ്യാഖ്യാനിക്കാൻ പറ്റൂടാ. എല്ലാവരും നിലനിൽക്കുക, എല്ലാവരും കുമ്പിട്ടിട്ട് പോയി. അപ്പോഴാണ് നമ്മുടെ യോസഫിനെ ഓർക്കാമെന്ന് പറഞ്ഞ പാനപാത്രവാഹന്മാരുടെ പ്രമാണി വരുന്നത് നിൽക്കുന്നത്. എന്താ പുള്ളി പറയുക? ഷോ എനിക്കൊരു അമളി പറ്റി. ഒന്ന് വായിക്കാം. 9-ാമത്തെ വാക്യം, 41-ന്റെ 9-ാമത്തെ 41. അപ്പോൾ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ഫറവോനോട് പറഞ്ഞത് കേട്ട്, ഓ ഇന്ന് ഞാൻ എന്റെ കുറ്റം ഓർക്കുന്നു. മതി. എന്താ കുറ്റം? ഞാൻ അന്ന് ഞങ്ങൾ 2 പുള്ളികളും കൂടെ അപ്പക്കാരനും പാനപാത്രക്കാരനും കൂടെ സ്വപ്നം കണ്ടു. വ്യാഖ്യാനിക്കാതെ അറിയാതെ വിഷമിച്ചിരിക്കുമ്പോ ഞങ്ങള് യഥാർത്ഥമായി വ്യാഖ്യാനിച്ച ഒരു പുള്ളി അവിടെ കിടപ്പണെന്ന്. എത്ര വർഷം കഴിയപ്പെടാം? 2 സംവത്സരം കഴിയപ്പെടാം. ഓർക്കാമെന്ന് പറഞ്ഞ പുള്ളികളുണ്ടല്ലോ, പണ്ട് പോയിട്ടുണ്ടല്ലോ, ഉണ്ടല്ലോ. ഓർക്കാം, നമ്മളെ ഓർക്കാമെന്നൊക്കെ പറഞ്ഞേക്കുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഓർത്തിട്ടില്ല. അത് വേറെ സംഭവം. ഓർക്കാമെന്ന് പറഞ്ഞു പോയ പുള്ളികൾ ദൈവം ഓർപ്പിക്കാൻ വേണ്ടി രാജാവിന് സ്വപ്നം കൊടുക്കുക. ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഈ 100 കേട്ടോളാം, കേട്ടോളൂ. നാളെ ഞാൻ ഇത് പറയത്തില്ല. അപ്പൊ ഓർക്കാമെന്ന് പറഞ്ഞ പുള്ളികൾ ഓർക്കാതിരുന്നപ്പോ രാജാവിന് സ്വപ്നം കാണാൻ ഒരു അവസരം കൊടുത്തിട്ട് രാജാവിനെ എഴുന്നേൽപ്പിച്ചു. ഇതിന്റെ അകത്ത് ഇടയ്ക്കാതിരുന്ന ആളെ വേണ്ട. ഓ, ഒരാളുണ്ട്, എനിക്ക് ഇപ്പോഴാണ് എന്റെ കുറ്റം ഓർക്കുന്നത്. അന്ന് ഞങ്ങളെ കൃത്യമായിട്ട് ഓർത്തത് ഒരാളെ തലവെട്ടി മരത്തെ തൂക്കി ഞാൻ രക്ഷപ്പെട്ടു. അയ്യോ, ആ എബ്രയ യൗവനക്കാരൻ എന്നാ പറഞ്ഞത്, പേര് പോലും അല്ല പറഞ്ഞത്. ആ എബ്രയ യൗവനക്കാരൻ ആ വ്യാഖ്യാനിച്ചത് ആ പുള്ളിയോടൊന്ന് ചോദിച്ചാൽ
മന്ത്രിവാദികളും ശബരവാദികളും ജ്ഞാനികളും എല്ലാം തോറ്റെടുത്ത് ഒരുത്തരെ ദൈവം കൊണ്ട് കുണ്ടറയ്ക്കകത്തിട്ടേക്കുക, കാരാഗ്രഹത്തിട്ടേക്കുക. അവരെ കൊണ്ട് പറയിക്കാൻ, അവരെ ഉയർത്താൻ. എന്താ നീ ഞങ്ങളുടെ രാജാവായിട്ട് വാഴുമെന്ന് അപ്പനും അമ്മയും സഹോദരങ്ങളൊക്കെ ചോദിച്ചില്ലയോ? അവിടെ ദൈവം, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞുകൊണ്ട് സൈൻ ചെയ്തിട്ടേക്കുക. ദൈവത്തിന്റെ കയ്യപ്പോടെ കിടക്കുക. നമ്മളൊക്കെ മറന്നാലും, കാലഘട്ടങ്ങൾ മറന്നാലും, സംവത്സരങ്ങൾ മറന്നാലും ദൈവം ചെറുതിനെ ചെറുത് കാണിക്കും. നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി. അപ്പൊ അവരെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. വന്നു, കൊണ്ടുപോയി. അവിടെ കാണിക്കുന്ന അവർ അവിടെ കാണുന്നത് എന്റെ കുറ്റം ഞാൻ ഓർക്കുന്നു. ഈ നമ്മൾ മറന്നുപോയാലും ദൈവം മറക്കാത്തവൻ, ദൈവം ഓർപ്പിക്കുന്നവൻ. ഇന്ന് പകല് വേറെ ഒരു വിഷയത്തിന് മുമ്പിൽ ഞാൻ ഇന്നാരോട് ഇന്നത് പറഞ്ഞ് കർത്താവ് 5 വർഷം കഴിഞ്ഞു. അവര് മറന്നു. പക്ഷെ അവരിൽ കൂടെ ആയിരിക്കണമെന്നില്ല, വേറെ ഏതെങ്കിലും മാർഗത്തിൽ കൂടെ ദൈവം വഴികൾ ഒരുക്കാൻ, മാർഗം ഒരുക്കാൻ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽ പറയട്ടെ, ആ വചനം ശരിക്കും ധ്യാനിച്ചിട്ടാണ് ഇന്ന് ദൂരെ വിളിച്ചു പറയുന്നത്. നിങ്ങൾ വായിച്ചാലും ഇടലും അതിന്റെ കാര്യങ്ങൾ വ്യക്തമായി പകൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അവിടെ ദൈവം ആ വ്യക്തിക്ക് വേണ്ടി, യോസഫിന് വേണ്ടി, അപ്പനും അമ്മയും അല്ലെങ്കിൽ സഹോദരങ്ങൾ നിന്ദിച്ച യോസഫിന് വേണ്ടി ദൈവം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ആ വ്യാഖ്യാനം പറഞ്ഞവർ, സത്തോ ഞാൻ നിന്നെ റെക്കമെൻഡ് ചെയ്യാം, ഞാൻ നിന്നെ ശുപാർശ ചെയ്യാമെന്ന് പറഞ്ഞവർ അവർ പറഞ്ഞു കളഞ്ഞപ്പോൾ അവിടെ കൊണ്ടുവന്ന് രാജാവിനെ സ്വപ്നം കാണിച്ച് ഓർപ്പിച്ച് അവരുടെ മുമ്പിൽ കൊണ്ടെത്തിച്ച ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ടല്ലോ, ദൈവത്തിന്റെ പദ്ധതി ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? ഇന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോണം. ദൈവത്തിന്റെ പദ്ധതിയെ നമ്മുടെ ചെറിയ കുരുട്ട് കണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയത്തില്ല. നീ മറന്നാൽ നിന്നെ കൊണ്ട് വീണ്ടും റെക്കമെൻഡ് ചെയ്യിപ്പിക്കുന്നവരാ പാനപാത്രമാകുന്നത്. നീ മറന്നുപോയാലും നിന്നെ കൊണ്ട് തന്നെ റെക്കമെൻഡ് ചെയ്യിപ്പിക്കുന്നവരാ. ഇന്ന് യേശുവിന്റെ നാമത്തിൽ കടന്നു വന്നിരിക്കുന്ന ദൈവസഭയുടെ ദൈവമക്കളെ, നീ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ, നീ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ആദരിക്കുന്ന വിഷയങ്ങളെ നിന്നകൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ നീ പിന്നോട്ട് പോകരുത്, നീ ബലഹീനപ്പെട്ടു പോകരുത്. കോവിഡ് നിന്നെ തളർത്തരുത്, ബലഹീനപ്പെട്ടു പോകരുത്, അധൈര്യപ്പെട്ടു പോകരുത്. കുഞ്ഞെ, നിന്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഒരു പതിനായിരത്തിന് വേണ്ടിയല്ല, നീ ആത്മീയമായിട്ട് നന്നായിട്ട് പോയാൽ നിനക്ക് വേണ്ടി ദൈവം ചെയ്യും. നീ ആത്മീയമായിട്ട് പിന്നോട്ട് പോയാൽ നിന്റെ വഴി ദൈവം അടയ്ക്കും. അതിന്റെ പറയും വിശ്വസ്തനായി ദൈവത്തിന് മുമ്പിൽ നിന്ന് യോസഫ് ആത്മാർത്ഥതയോടെ നിന്നപ്പോ നിനക്ക് നല്ല ജോലി കിട്ടിയാലും, നിനക്ക് നല്ല ഉന്നത സ്ഥാനം കിട്ടിയാലും, നീ പഠിച്ചു വലുതായാലും, നല്ല വീട് കിട്ടിയാലും, നല്ല സംവിധാനത്തിലൊക്കെ നീ ജീവിച്ചാലും, നല്ല ശുശ്രൂഷത്തിലേക്ക് വന്നാലും, നീ ദൈവത്തിന് വേണ്ടി ആത്മാർത്ഥമായി നിന്ന നിന്നെ കൈവിടുന്നവരല്ല എന്റെ കർത്താവ്. ഹല്ലേലൂയ. ഒരു എബ്രായ യൗവനക്കാരൻ എന്ന് പറഞ്ഞ് അവിടെ പറയുക. എബ്രായ യൗവനക്കാരനെ മറന്നടത്ത് എബ്രായ യൗവനക്കാരനെ ഒന്നുകൂടെ ഓർപ്പിക്കുക. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ ജീവിപ്പിക്കണം. സംവത്സരങ്ങൾ കഴിഞ്ഞാലും, ദിവസങ്ങൾ കഴിഞ്ഞാലും, മാസങ്ങൾ കഴിഞ്ഞാലും എന്നെ കുറിച്ച് കർത്താവ് ലിഖിതം വെളിപ്പെടണമേ. എല്ലാ കണ്ണുകൾ ദിവസങ്ങളിൽ കണ്ടട്ടെ. ഞാൻ അടുത്ത ആഴ്ച ബാക്കി ഭാഗം പറയാം. നിന്നെ ഞങ്ങൾക്ക് ന്യായകർത്താവും അധികാരിയുമാക്കിയത് ആരാണ്? ചോദിച്ചവരുടെ വീണ്ടെടുപ്പുകാരനായി മോശയെ അഭിഷേകം ചെയ്ത് ദൈവം അയച്ചെങ്കിൽ ഇന്ന് പറയട്ടെ, നീ താഴ്മയോടെ ദിവസങ്ങളിൽ ഇരിക്കുക. വഴി തുറന്നില്ലെന്നോ വിജയം കണ്ടില്ലെന്നോ പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക, ദൈവത്തിൽ ആശ്രയം വെക്കുക. ദൈവദാസന്മാർ പറയുന്നു, വചനങ്ങൾ ഏറ്റെടുക്കുക. ആരതിനെ കളിയാക്കിയാലും ഇല്ലെങ്കിലും ആത്മീയമായി പുഷ്ടിയോടെ മുൻപോട്ട് പോകുക. നിനക്ക് ദൈവഹിതം പറഞ്ഞിട്ടുണ്ട്. ദൈവഹിതത്തെ മറിച്ചുകൊണ്ട് യാത്ര ചെയ്ത് കേട്ടോ. ദൈവഹിതത്തെ അന്ന് ഞാൻ പറയുന്നു, യോസഫേ നിനക്ക് ദൈവഹിതമുണ്ട്, പക്ഷെ നീ ദൈവഹിതത്തെ മറിച്ചുകൊണ്ട് യാത്ര ചെയ്തു. ദൈവഹിതത്തെ മറിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ നിന്റെ കാര്യത്തിൽ ദൈവം ഇടപെടത്തില്ല. 1000 പാസ്റ്റർമാരെ കൊണ്ട് തലയെ കൈവച്ച് പ്രാർത്ഥിച്ചാലും ദൈവഹിതത്തെ മറിച്ചുകൊണ്ട് യാത്ര ചെയ്താൽ ദൈവം നോക്കത്ത് പോലും. സാമ്പാസ്റ്റല്ല 500 സാമ്പാസ്റ്റർമാരോട് പ്രാർത്ഥിച്ചാലും ഒന്നും നടക്കത്തില്ല. ഇന്ന് പറയട്ടെ, ആരും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവേ, ഞാൻ ഈ കുണ്ടറയ്ക്കകത്താണ്, കാരാഗ്രഹത്തിനകത്താണ്, എന്നെ റെക്കമെൻഡേഷൻ ചെയ്യാൻ ആരുമില്ല, എന്നെ ശുപാർശ ചെയ്യാൻ ആരുമില്ല, എന്നെ ശുശ്രൂഷയ്ക്ക് വളർത്താൻ ആരുമില്ല, എനിക്കൊരു അഡ്മിഷൻ തരാൻ ആരുമില്ല, എന്റെ ജീവിതത്തിൽ അങ്ങല്ലാതെ ആരുമില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. അടുത്ത ആഴ്ചയുടെ ബാക്കി ഭാഗം പറയാം. നിന്ദിക്കപ്പെട്ടതിനെ ഉയർത്തുന്നതിനാ ദൈവം.
ദൈവം സൈൻ ചെയ്തിരിക്കുന്നതിനെ തുണയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. ദൈവം കയ്യപ്പെട്ടിരിക്കുന്നതിനെ ആർക്കും തുടച്ചു മാറ്റാൻ കഴിയത്തില്ല. നിന്നെ ഞങ്ങൾക്ക് അധികാരിയും നായകർത്താവും ആക്കിയത് ആരാണെന്ന് ചോദിച്ചതിന് മുമ്പിൽ മാനിച്ച് ഘട്ടം ഘട്ടമായി എത്തിക്കേണ്ട സ്ഥലത്ത് ചില പരിശോധനയിൽ കൂടി ആണെങ്കിലും ദൈവമഹത്വം ദർശിപ്പാൻ ദൈവം അവസരം കൊടുത്തു. യോസേഫേ, സ്വപ്നത്തിന്റെ പേരിൽ നിന്ദിക്കപ്പെട്ടു. നിന്റെ സഹോദരന്മാർ നിന്നെ വെറുത്തു, നിന്നെ ആക്ഷേപിച്ചു, നിന്നോട് നിന്നാ വാക്കുകൾ പറഞ്ഞു. പക്ഷേ അതിനു മുമ്പിൽ ദൈവത്തിന്റെ സമയമായപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചതിന് പിന്നിൽ പക്ഷേ മാനിച്ച ദൈവം വിശ്വസ്തൻ. കണ്ണുകൾ അടച്ച ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ CSR സംബന്ധിച്ചായി പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ ഈ വചനത്തിന് മുമ്പിൽ നമ്മെ സമർപ്പിക്കാം. പ്രാർത്ഥിപ്പാൻ, പാടുവാൻ, ദൈവവചനത്തിൽ കൂടി കേൾക്കുവാൻ, കൂടി കേൾക്കുവാൻ, സാക്ഷിവാനിൽ കൂടി കേൾക്കുവാൻ, വിടുതലിന്റെ സാക്ഷ്യം കേൾക്കുവാൻ ദൈവവചന ഞങ്ങളെ മുതൽക്കാലം ബലപ്പെടുത്തുന്നവർക്ക് സ്തോത്രം. എന്റെ സ്ഥലയിൽ നിർത്തലതയോട് പരമാർത്ഥതയോടെ ഇതിനെ സേവിപ്പാൻ, തള്ളിക്കളയുന്നവരുടെ മുമ്പിൽ, കർത്താവെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ മാനിക്കുന്ന ഒരു വലിയ കർത്താവിനോട് ജീവിക്കുന്നവർക്ക് സ്തോത്രം. മോശയെ മാനിച്ച കർത്താവ്, യോസേഫിനെ മാനിച്ച കർത്താവ്, അല്ലെങ്കിൽ അവരെ കർത്താവെ പലപ്പോഴും സഹോദരന്മാർ നിന്ദിച്ചു, സമൂഹം നിന്ദിച്ചെങ്കിലും സ്വർഗത്തിലെ കർത്താവരെ മാനിക്കുക, അനുഗ്രഹിക്കുക, അതുമൂലം വലിയ വിടുതൽ നടക്കുവാൻ ഇടയാകുന്നവർക്ക് സ്തോത്രം ചെയ്ത് കർത്താവെ ഞങ്ങളത്തിന് ഒരു പ്രാവശ്യം സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന ചെറുതും വലുതുമായ എല്ലാ പ്രവേശനങ്ങളും ദിവസങ്ങളിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് അവന്റെ മുന്നിൽ നിർമ്മലതയോട് പരമാർത്ഥത്തോടെ കർത്താവിനെ സേവിച്ച് മുന്നേറുവാൻ, നിന്റെ സന്നിധിയിൽ നിന്ന് നന്മ പ്രാപിപ്പാൻ, അനുഗ്രഹം പ്രാപിപ്പാൻ, അതിനപ്പുറത്ത് കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതായ ആ ദൈവ സന്നിധിയിൽ ചെന്നെത്തുന്നവരെ കർത്താവെ ഞങ്ങൾക്ക് വിശ്വസ്തയോട് കർത്താവിനെ ആരാധിച്ച് സേവിപ്പാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷക്തന്മാരെ ബലപ്പെടുത്തിയ വരുവയ്ക്കായ സ്തോത്രം. തുടർന്ന് കർത്താവിനെ അനുഗ്രഹിക്കണം. ഇന്ന് കാലം കടന്നു വരാൻ അവസരമില്ലാതെ ഭവനത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇതുപോലെ കർത്താവെ കടന്നു എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വദേശക്കാരിക്കും വിദേശത്തായിരിക്കുന്നവര്, ദൈവസഭയ്ക്ക് സഹായം ചെയ്തവര്, ദൈവസഭയിൽ നിന്ന് വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവര്, എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണം, അനുഗ്രഹിക്കണം, ആയിരിക്കും സ്ഥാപനത്തെ സൂക്ഷിക്കണം, പരിപാലിക്കണം. അടുത്ത ആഴ്ചകൾ കൂടുതലും ഇതിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. മുഖ്യമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കരുതലാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഞങ്ങളുടെ സഭയുടെ എല്ലാ ദൈവങ്ങളും തുടർന്നുള്ള സഭാപ്രവർത്തനങ്ങളോടുകൂടി കർത്താവിന്റെ വരവിൽ ആയിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഇന്ന് പകല് നമുക്ക് ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച വിളിക്കാം. സ്ഥലമുണ്ടെങ്കിൽ 40 പേരുടെ ഇതിനകത്ത് വരുന്നവരെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നോട് വിളിച്ചു പറയണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും വിളിച്ച് വരുന്നവരൊന്നും വിളിക്കാൻ പറ്റില്ല.